ഹലോ, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് കാക്കറ. റുമാലി റൊട്ടി ഉണ്ടാക്കിയിട്ട് അതുകൊണ്ടുള്ള കാക്കറയാണ്. അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് ഞാൻ നിങ്ങളോട് പറയാം. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് 2 കപ്പ് മൈദ, 1 കപ്പ് ഗോതമ്പ് പൊടി അല്ലെങ്കിൽ ആട്ട. അത് മൈദ തന്നെ ആയാലും മതി. സ്പൂൺ ബട്ടർ ഒന്ന് ചൂടാക്കിയാൽ മതി. പിന്നെ ഉപ്പ്, വെള്ളം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടി ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് അമർത്തിയേക്കണം. നമ്മൾ ആട്ടയും മൈദ പാകത്തിന് ഉപ്പിട്ട് ബട്ടർ ഒഴിച്ച് നന്നായിട്ട് ഇളക്കണം. നമുക്ക് വെള്ളം കൂടെ ഒഴിച്ച് ഇത് നല്ലൊരു മയമുള്ള ഒരു ഡോ ആക്കി എടുക്കണം. നല്ലൊരു ഡോവായി ഇത്. ഇനി നമുക്കിത് കൗണ്ടർ ടോപ്പിലോട്ടിട്ട് നന്നായിട്ടങ്ങ് കുഴച്ചൊരു മയം വരുത്തണം. ഇനി ഇത് നമ്മൾ മൂടി ഒരു ടവലിട്ട് മൂടി വെക്കണം. 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് പരത്തണം. കുറച്ച് മാവെടുത്തിട്ട് നന്നായി നമ്മൾ റൊട്ടിക്കുള്ള പരത്തി കഴിഞ്ഞു. ഞാനിങ്ങനൊരു ചീനച്ചട്ടി കമത്തി വെച്ചല്ലോ. ഇനി അതിൻ്റെ മേലിലേക്ക് വളരെ തിന്നായിട്ട് പരത്തണം. നമ്മളെ റുമാലി റൊട്ടി പരത്തുന്ന മാതിരി തന്നെ പരത്തണം. കണ്ടില്ലേ, ഇതേമാതിരി പരത്തണം. ഇനി ബബിൾസ് വന്നു തുടങ്ങുമ്പോൾ നമ്മളിത് തിരിച്ചിടാം. നമുക്കിത് തിരിച്ചിടാം. നല്ല ചൂടായതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം. കണ്ടില്ലേ, ഈ സൈഡ് മുഴുവനായി. ഇനി ഇത് ഇങ്ങനെ കിടന്നാവട്ടെ. റെഡിയായി. ഇനി നമുക്കിതെടുക്കാം. സ്റ്റൗ ഓഫാക്കിയിട്ട് ഇത് അങ്ങ് എടുക്കാം. ഇങ്ങനെ ഇങ്ങോട്ട് എടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ചീനച്ചട്ടിയുടെ ഷേപ്പിൽ തന്നെ നമ്മുടെ കാക്കറ ഇരിക്കുന്നത്. റുമാലി കാക്കറ എന്നതിൻ്റെ പേര്. ഇനി നമ്മൾ 1 സ്പൂൺ ചാറ്റ് മസാലയും 1 സ്പൂൺ മുളക് പൊടിയും കൂടെ ഇളക്കിയതാണ്. ഇതിനകത്ത് നന്നായിട്ട് പരത്തണം. ഇനി കുറച്ച് മല്ലിയില അരിഞ്ഞത്, സവാള, തക്കാളി. ഇത് നല്ലൊരു ഈവനിങ് സ്നാക്സാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്തണം.